നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. എന്താ ജയേ, നിനക്കിപ്പോ മറുപടി പറയാനൊന്നുമില്ലേ? നീ എന്തിനാ രാത്രിക്ക് അനിരുദ്ധനെ വിളിച്ചേക്കുന്നേ? ഞാൻ ആരെയും വിളിച്ചിട്ടില്ല. പിന്നെ ഫോണിനെ തന്നെ വിളിക്കൂ. നിങ്ങളെ സൂര്യ വിളിക്ക്. ഇപ്പൊ തന്നെ ഭാവന എവിടെന്ന് അറിയാൻ പറ്റും. ജയ്, ഇത് നിന്റെ ഫോണാ. ഈ നമ്പറിലേക്ക് വിളിച്ചിരിക്കുന്നത് നീയാ. ദേവേട്ടാ, ഞാൻ പറയുന്നത് വിശ്വസിക്ക്. ഞാൻ ആരെയും വിളിച്ചിട്ടില്ല. നിന്റെ ഫോണിൽ നിന്ന് അനിരുദ്ധനെ എന്തിനു വിളിക്കണം? മച്ചമ്പി, എന്നോട് ക്ഷമിക്കണം. എന്റെ ഫോണിൽ ബാലൻസ് തീർന്നതുകൊണ്ട് ഞാനാ ജയയുടെ ഫോൺ എടുത്ത് അനിരുദ്ധനെ വിളിച്ചു. എന്നിട്ട് നീ എന്താണ് ഇത്ര നേരമായിട്ട് മിണ്ടാതിരുന്നേ? പേടിച്ചിട്ടാ മച്ചമ്പി. നീ എന്തിനാ അനിരുദ്ധനെ വിളിച്ചേ? ഇന്നലെ വൈകുന്നേരം മുതല് ഞാൻ അനിരുദ്ധനെ വിളിച്ചിട്ട് കിട്ടുന്നില്ലായിരുന്നു. ഞാനൊരു പ്രോപ്പർട്ടിയുടെ കാര്യം സംസാരിക്കാനാ വിളിച്ചത്. ഇത് പച്ചക്കള്ളമാണെങ്കിലേ ഭാവനെ കാണാന്റെ പിന്നില് ഇവന്റെ അനിരുദ്ധന്റെ കൈകളുണ്ടാവും. അയ്യോ, സത്യമായിട്ടും എനിക്കൊന്നും അറിയില്ല മച്ചമ്പി. മിണ്ടിപ്പോരും നീ. അച്ഛാ, നിങ്ങളാണ് ഇതിന് പിന്നിലെങ്കിൽ പിന്നെ ഒരു നിമിഷം ഞാൻ ജീവിച്ചിരിക്കില്ല, പറഞ്ഞേക്കാം. അയ്യോ മോളെ, ഞാൻ അങ്ങനൊന്നും ചെയ്തിട്ടില്ല മോളെ. നിനക്കൊരു ബന്ധവുമില്ലാത്ത അനിരുദ്ധന്റെ നമ്പറിലേക്ക് ജയയുടെ ഫോണിൽ നിന്ന് വിളിക്കണമെങ്കിൽ അതിലെന്തോ കുഴപ്പമുണ്ട്. ജയ, നിനക്കൊന്നും പറയാനല്ലേ? മാറി ദേവേട്ടാ. ജയ, ഇതില് ഭേദം എന്നെ അങ്ങ് കൊന്നുകൂടായിരുന്നോ? മതി ജയ, ഇപ്പൊ ഞങ്ങൾക്ക് എല്ലാവർക്കും എല്ലാം മനസ്സിലായി. ഇനി ഞങ്ങൾ ഇവിടെ നിൽക്കുന്നതിൽ അർത്ഥമില്ല. എന്നാലും ഇപ്പൊ ഇവിടെ സൂര്യയുടെ അച്ഛനെ സാക്ഷി നിർത്തി ഞാൻ പറയുക, എന്റെ മോൾക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ പിന്നാരും ജീവിച്ചിരിക്കില്ല. ഇത് ഗായത്രിയാ പറയുന്നത്. എന്റെ മോളെ ഒരു പോറല് പോലും ഏൽപ്പിക്കാതെ തിരിച്ചു തന്നില്ലെങ്കിൽ സേതു വാടാ. ഇനി നമ്മൾ ഇവരോട് സംസാരിച്ചിട്ട് കാര്യമില്ല. ആ ദ്രോഹി അനിരുദ്ധന ഇവർക്കൊക്കെ കൂട്ട്. അയാൾ നമ്മുടെ നാശം കണ്ടേ അടങ്ങൂ. ഒരിക്കൽ അയാൾ ഭാവനയെ അപകടപ്പെടുത്തിയതാ. വാടാ. അങ്കിളെ, എല്ലാത്തിനും കാരണം ഞാനാണെങ്കിൽ ഒന്നും വേണ്ടിയിരുന്നില്ലെന്നാ ഇപ്പൊ തോന്നുന്നേ. ഭാവനയ്ക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ ഗായത്രി ഒന്നിലും ഇടപെടേണ്ടി വരില്ല. സൂര്യ തന്നെ വേണ്ടത് ചെയ്തോളും. അയ്യോ,
പഠിച്ചോന്റെ. അയ്യോ. സൂര്യ ഫോൺ എടുക്കുന്നില്ലല്ലോ. ഭാവനെ ഒരു അബദ്ധം കൂടാതെ തിരിച്ചു കിട്ടണേ. ഇന്നിവിടെ നടന്ന സംഭവം സൂര്യയോട് പറയണോ? ഭാവനയുടെ അമ്മയും ഏട്ടനും നല്ല വയലന്റ് ആണെന്ന് സൂര്യ അറിയണ്ടേ? സൂര്യ ഇപ്പൊ ഇവിടെ ഉണ്ട്. ഞാനിവിടെ റെയിൽവേ സ്റ്റേഷൻ അടുത്തുണ്ട് സർ. എന്തെങ്കിലും വിവരം കിട്ടിയോ? പുലർച്ചെ 2 മണിക്ക് വീണ്ടും ആ ഫോൺ പഴയ ബൈപ്പാസിനടുത്ത് വെച്ച് ഒന്ന് ഓണായിട്ട് ഓഫായി. ആ ഫോണിൽ നിന്നും ദുബായിലേക്കാണ് കോള് പോയിരിക്കുന്നത്. പക്ഷേ ആ നമ്പറിൽ വിളിച്ചിട്ട് കിട്ടുന്നില്ല സൂര്യ. ആ നമ്പർ ഞാനിപ്പോ സൂര്യക്ക് അയച്ചിട്ടുണ്ട്. ഇടയ്ക്കൊന്ന് വിളിച്ചു നോക്കും. ഓക്കെ സർ. ഇപ്പൊ ഒരു കാര്യം വ്യക്തമായി, ഭാവനയും കൊണ്ടാവണം അവരുടെ യാത്ര. അങ്ങനെയാണെങ്കിൽ CCTV കണ്ട ആ കാറ് ഈ ഫോൺ ഓണായ ഭാഗത്തുണ്ടോന്ന് ഒന്ന് പരിശോധിച്ചാലോ സർ? ആ ഭാഗത്ത് എവിടെയെങ്കിലും CCTV ക്യാമറ കാണുമല്ലോ. ആ കാറൊക്കെ അവർ എപ്പോഴേ മാറ്റിക്കാണും സൂര്യ. അവരത്ര നിസ്സാരക്കാരല്ല. സൂര്യ ധൈര്യമായിട്ടിരിക്കും. ഇവിടത്തെ എല്ലാ പ്രധാനപ്പെട്ട റോഡുകളിലൂടെയും കടന്നു പോകുന്ന വാഹനങ്ങൾ നിരീക്ഷിക്കാനും പരിശോധിക്കാനുള്ള ഏർപ്പാട് ചെയ്തിട്ടുണ്ട് ഞങ്ങള്. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് നമുക്ക് നല്ലൊരു വാർത്ത കിട്ടും. ഞാനിപ്പോ അങ്ങോട്ട് വരാം സർ. സാർ അവിടെ ഉണ്ടാവുമല്ലോ? ഞാൻ ആ മാളിന്റെ പുറകുവശത്തുള്ള റോഡിലുണ്ടാവും. സൂര്യ വന്നാൽ മതി, കാണാം. ശരി സർ.